ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള പണവും രേഖകളുമെല്ലാം ട്രാവൽ ഏജൻസിക്ക് നൽകിയെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതിൽ ആശങ്കയിലാണ് കോഴിക്കോട് സ്വദേശിയായ CKC അബ്ദുൾ നാസറും ഭാര്യ റോഷ്ന ജഹാനും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് നുസൂക്ക് പോർട്ടൽ തുറന്നു നൽകാത്തതാണ് നിലവിലെ ഒരു പ്രതിസന്ധി. കേരളത്തിൽ മാത്രം 12,000 ആളുകളാണ് സമാന ആശങ്കയിൽ കഴിയുന്നത്. ഹജ്ജിന് വേണ്ടി രേഖകൾ കൈമാറുകയും പണമടക്കുകയും ഒക്കെ ചെയ്യേണ്ട നുസൂക്ക് പോർട്ടലിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചതോടെ ഇപ്പോൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെ പോകേണ്ട ഹാജിമാർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒട്ടാകെ 52,000 ആളുകളെയാണ് ഇത് ബാധിക്കുന്നത്. പലർക്കും ഇപ്പോഴും പണമടക്കാനടക്കം സാധിച്ചിട്ടില്ല. കേരളത്തിൽ മാത്രം 12,000 ആളുകൾ ഈ പ്രതിസന്ധി നേരിടുന്നുമുണ്ട്. നസർക്ക്, നിങ്ങളിപ്പോൾ പണമൊക്കെ അടച്ചു, ബാക്കി രേഖകളൊക്കെ കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിലൊരു ആശങ്ക എന്താ നിലവിൽ? ആശങ്ക എന്ന് വെച്ചാൽ നമ്മൾ പല ശാരീരിക അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിനെ ആശ്രയിക്കുന്നത്. അവർ പോയിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും നമ്മളെ കെയർ ചെയ്ത് കൊണ്ടുവരും എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ എമൗണ്ട് അടച്ചാലും വേണ്ടിയില്ല. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിനെ ആശ്രയിക്കുന്നവർ നല്ല സർവീസുമാണല്ലോ. സമയത്തിന് തന്നെ പണം അടച്ചിട്ടുണ്ട്. ആ പണം അവർ ഗവൺമെൻറ്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നറിയുന്നത്. അതേസമയത്ത് ഗവൺമെൻറ്റിൻ്റെ ആളുകൾ സൗദി ഗവൺമെൻറ്റുമായിട്ടുള്ള ഈ ട്രാൻസാക്ഷനോ എന്തോ പ്രയാസത്തിന് ഫണ്ട് കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവരത് ആ ഡേറ്റിന് കട്ട് ചെയ്തത്. ഇങ്ങനെ പ്രതിസന്ധി ഒരിക്കലും ഉണ്ടായില്ലല്ലോ. കാരണം വളരെ കാലമായിട്ട് ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു സംഗതിയാണിത്. ഒരു പ്രാവശ്യം തന്നെയെങ്കിലും പോകുക എന്നുള്ളത്. ഒരുപാട് കാലം കാത്തിരുന്നിട്ടൊക്കെയാണ് ഒരു ഹജ്ജിനൊക്കെ വേണ്ടി ഒരുങ്ങുന്നത്. അങ്ങനെ ഒരുങ്ങി വന്നതാണ് അല്ലേ? അതെ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള സംഗതിയായിരിക്കും. അതിനു വേണ്ടിയിട്ട് മാനസികമായിട്ടും പിന്നെ കുറേ ഒക്കെ തയ്യാറായി നിൽക്കുന്ന ഈ ഒരു ലാസ്റ്റ് സമയത്താണ് അറിയുന്നത്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്തായാലും നമ്മുടേതായ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. റെഡി ആവുമെന്ന് തന്നെയാണ്. അതെ, ശരിയാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഹജ്ജിന് വേണ്ടിയൊക്കെ നേരത്തെ തന്നെ ഒരുങ്ങി തയ്യാറായതാണ്. ഹജ്ജിന് പോകേണ്ടവർ എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. രേഖകൾ കൈമാറി പണം അടച്ചു. ഇനി അത് ട്രാവൽസും അതുപോലെ തന്നെ കേന്ദ്രവും സൗദി ഗവൺമെൻറ്റും ഒക്കെയുള്ള ഒരു ചർച്ചയുടെ ഭാഗമായി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടെ പൂർത്തീകരിക്കണം. അങ്ങനെ പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിൻ്റെ കീഴിൽ ഇവർക്ക് ഇത്തവണ ഹജ്ജ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.